പ്രിയ സ്നേഹിതരെ, നല്ലവനെ നൽവഴി കാട്ടി എന്ന ഗാനം ഉറവെടുത്തതിൻ്റെ പിന്നിലെ അനുഭവമാണ് ഇന്ന് നിങ്ങളോട് പങ്കിടണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. 1985 ഒക്ടോബർ മാസം 21-ാം തീയതി, അതൊരു തിങ്കളാഴ്ചയായിരുന്നു. എനിക്ക് വളരെ തിരക്കുള്ളൊരു ദിവസം. ഞാൻ മാവേലിക്കരയാണ് താമസം. ആ ദിവസം എനിക്ക് തിരുവല്ലയിൽ വാരിക്കാട്ട് ബഥേൽ ആശ്രമത്തിൽ രാവിലെ ഒരു അസോസിയേറ്റ് ധ്യാനയോഗത്തിൽ പ്രസംഗിക്കണമായിരുന്നു. അന്ന് തന്നെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ആലപ്പുഴ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫീസിൽ വെച്ച് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ്. ഞാനന്ന് ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു. രാവിലെ മാവേലിക്കരയിൽ നിന്ന് സ്കൂട്ടറിൽ തിരുവല്ലയിൽ ചെന്ന് വാരിക്കാട്ട് പോയി. രാവിലത്തെ അസോസിയേറ്റ് പ്രസംഗം, ധ്യാന പ്രസംഗം കഴിഞ്ഞ് സ്കൂട്ടറിൽ തിരുവല്ലയിൽ വന്ന് സ്കൂട്ടർ അവിടെ വെച്ചിട്ട് ബസ്സിൽ ആലപ്പുഴയ്ക്ക് പോകുവാനും ആലപ്പുഴയിലെ മീറ്റിംഗ് കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് തിരുവല്ലയിലെത്തി മാവേലിക്കരയ്ക്ക് പോകുവാനുമാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ രാവിലെ മാവേലിക്കരയിൽ നിന്ന് പുറപ്പെട്ടു. തിരുവല്ല വാരിക്കാട്ട് ബഥേൽ ആശ്രമത്തിൽ പോയി അസോസിയേറ്റ് ധ്യാന യോഗത്തിൽ പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് സ്കൂട്ടർ തിരുവല്ലയിൽ കൊണ്ടുവന്ന് AC ജംഗ്ഷനിലുള്ള കുന്നുതറ തോമാച്ചാൻ്റെ പെട്രോൾ പമ്പിൽ സ്കൂട്ടർ വെച്ചു. പിന്നീട് ഞാൻ അവിടുന്ന് ബസ് കയറി തിരുവല്ലയിൽ നിന്ന് ബസ് കയറി ആലപ്പുഴയ്ക്ക് പോയി. ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ രാത്രി വൈകിയിരുന്നു. തിരുവല്ലയിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര മഴ. കുന്നുതറ തോമാച്ചാൻ്റെ പെട്രോൾ പമ്പിൽ വന്നു. മഴ ശമിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ഞാൻ കാത്തുനിന്നു. തോമാച്ചാനും പറഞ്ഞു, മഴ കഴിഞ്ഞിട്ട് പോയാൽ മതി കുഞ്ഞേ എന്ന്. പക്ഷേ മഴ കുറയുന്ന ലക്ഷണം കണ്ടില്ല. അതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഒരു തൊപ്പിയും വെച്ചുകൊണ്ട് ഞാൻ ആ രാത്രിയിൽ ആ സ്കൂട്ടറിൽ മാവേലിക്കരയ്ക്ക് യാത്ര പുറപ്പെട്ടു. ഇത്തിരി യാത്ര ചെയ്തപ്പോഴേക്കും സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഓഫായിപ്പോയി. സ്കൂട്ടറിൻ്റെ അരണ്ട വെളിച്ചത്തിലാണ് ഈ പെരുമഴയത്ത് യാത്ര ചെയ്യുന്നത്. അങ്ങനെ കാവുംഭാഗം കഴിഞ്ഞ് മണിപ്പുഴയിലേക്ക് സമീപിക്കുകയായിരുന്നു. മണിപ്പുഴ പാലത്തിൽ എത്തുന്നതിന് മുമ്പ് 2 കൊടും വളവുകളുണ്ട്. രണ്ടാമത്തെ വളവിലെത്തിയപ്പോൾ റോഡിലൂടെ തോട് കവിഞ്ഞ് വെള്ളം ഒഴുകുകയാണ് എന്നെനിക്ക് തോന്നി. അതുപോലെ വെള്ളം. ഞാൻ ആ വളവിങ്കൽ വെച്ച് എൻ്റെ സ്കൂട്ടർ ഒരു മഹാഗർത്തത്തിൽ, ഒരു കുഴിയിൽ ചെന്ന് പെട്ടതായി മനസ്സിലാക്കി. എല്ലാം തീർന്നു എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ സ്കൂട്ടർ ഉൾപ്പെടെ ഞാൻ മണിപ്പുഴ തോട്ടിലേക്ക് ഒഴുകി പോവുകയാണ് എന്ന് തോന്നും. അത്രമാത്രം ശക്തമായ ഒഴുക്ക്. അതിന് തലയാഴ്ച മണിപ്പുഴ പാലത്തിൽ നിന്ന് ഒരു ബസ് അപകടമുണ്ടായി. 10-17 പേർ മരിച്ച സ്ഥലമാണത്. അതുകൊണ്ട് പെട്ടെന്ന് ആ ചിന്തകളൊക്കെ എനിക്കുണ്ടായി. ഹൃദയത്തിൽ വേദനയോടുകൂടി ദൈവത്തെ വിളിച്ചു. ഒരു അത്ഭുതം സംഭവിച്ചതുപോലെ അടുത്ത ക്ഷണം സ്കൂട്ടർ ആരോ എടുത്തു വെച്ചിട്ടെന്ന പോലെ മണിപ്പുഴ പാലത്തിലേക്ക് ഉണങ്ങിയ നിലത്തൂടെ, ഉണങ്ങിയ റോഡിലൂടെ ഓടിക്കയറുകയായിരുന്നു. പാലത്തിൻ്റെ മധ്യഭാഗത്തെത്തുമ്പോഴേക്കും എൻ്റെ ആത്മാവിൽ ആ ഗാനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. നല്ലവനെ നൽവഴി കാട്ടി എന്ന ഗാനം. ഞാൻ ആ ഒന്നാമത്തെ സ്റ്റാൻസ ട്യൂൺ ഉൾപ്പെടെ ആ സ്കൂട്ടറിൽ ഇരുന്നു കൊണ്ട് ആ പെരുമഴയത്ത് പാടിക്കൊണ്ടേയിരുന്നു. മാവേലിക്കര വീട്ടിൽ വന്ന ഉടൻ ഒരു പേനയും കടലാസും എടുത്ത് ആ വരികൾ എഴുതിയിട്ടു. ഞാൻ നല്ലവനെ നൽവഴി കാട്ടി എന്ന ഗാനം മാത്രമല്ല, എല്ലാ ഗാനങ്ങളും അതുപോലെ ഓരോ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അറിയാതെ ഉറവെടുക്കുന്നതാണ്.
ഉറവെടുക്കുന്നു എന്ന് പറയുന്നതല്ല ശരി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാനൊരു പാട്ടെഴുത്തുകാരനല്ല, ഞാനൊരു കേട്ടെഴുത്തുകാരനാണ് എന്ന്. യഹോവയായ ദൈവം ഒരിക്കൽ മോശയോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു പാട്ട് പറഞ്ഞു തരാം, അത് എഴുതിയെടുത്തിട്ട് ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കണം എന്ന്. ഇന്ന് ദൈവം എനിക്കും പാട്ടുകൾ പറഞ്ഞു തരികയാണ്, പാടിത്തരികയാണ്. ഞാനത് പകർത്തിയെടുക്കുകയാണ്. കാരണം സംഗീതം പഠിച്ചിട്ടില്ലാത്ത, ഒരു ഇൻസ്ട്രുമെൻറ്റും വായിക്കാൻ അറിഞ്ഞുകൂടാത്ത എനിക്ക് ട്യൂൺ ഉൾപ്പെടെ സ്വർഗത്തിലെ ദൈവം ഗാനങ്ങൾ തരികയാണ്. നല്ലവനെ നൽവഴി കാട്ടിയും അങ്ങനെ ഞാൻ എഴുതി തീർത്തു. ആ കേട്ടെഴുത്ത് ഞാൻ എഴുതി. 1986 മാരാമൺ കൺവെൻഷനിൽ നല്ലവനെ നൽവഴി എന്ന ഗാനം പ്രസിദ്ധീകരിച്ചു. പമ്പ നദിയിലെ പുളിനങ്ങൾക്ക് കല്ലോലങ്ങൾക്കൊപ്പം ആയിരക്കണക്കിന് വിശ്വാസ സമൂഹം ആ ഗാനം ഏറ്റെടുത്തു. ഇന്നും കേരളത്തിൽ വിശ്വാസികൾ നിരാശയിൽ, വേദനയിൽ, വഴിയറിയാതെ നിൽക്കുമ്പോൾ, ഭാവിയെക്കുറിച്ച് ആശങ്കയോടുകൂടെ നിൽക്കുമ്പോൾ, അറിയാതെ ആത്മാവിൽ പാടിപ്പോകുന്ന പാട്ടാണ് നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ എന്ന ഗാനം. ഈ ഗാനങ്ങൾ നിങ്ങളുടെ ചുണ്ടിലും ഉണരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും പ്രത്യാശയുടെ ധൈര്യം പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.